ഹലോ, നമുക്കിന്നൊരു പഞ്ചാര പാലുമുട്ട ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ ഞാനൊരു കപ്പ് പാലെടുത്ത് പാലിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചിട്ട് നല്ല രീതിക്കൊന്ന് ഇത് കുറുക്കിയെടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്ത് അതിനകത്ത് ഞാനൊരു 4 ഏലക്കയും കൂടി ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നല്ല രീതിക്ക് മിക്സാക്കി നമ്മൾ ഒരു കുറുക്കി അങ്ങ് എടുക്കുക, പകുതി ആവുന്ന വരെ അങ്ങനെ കുറുക്കി എടുത്ത ശേഷം നമ്മളിത് ഒരു ചെറിയ നാരങ്ങ എടുത്ത് അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലൊരു കഷ്ണത്തിൻ്റെ നീരെടുത്തിട്ട് ഞാൻ എന്താ ഒഴിച്ചിട്ടുണ്ട്. അര കഷ്ണം നാരങ്ങേൻ്റെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം അത് നല്ല രീതിക്ക് ഇതാ കുറുക്കി എടുക്കുമ്പോൾ അതിന് വെള്ളമൊക്കെ വറ്റി വന്ന് പാലൊക്കെ വിരിഞ്ഞ് കട്ടയാക്കിയിട്ടുണ്ട്. നമ്മളിനി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തവി കൊണ്ട് ഉടച്ച് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഇതിനെ കുറുക്കി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഒരുപാട് ഏകദേശം വറ്റി വന്ന് നല്ല രീതിക്ക് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ഇതിനകത്തേക്ക് ഞാനൊരു 2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കി എടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് വെള്ളമൊക്കെ വറ്റി നല്ല രീതിക്ക് കുറുകി അങ്ങനെ ഒട്ടി കിട്ടുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു നെയ്യ് തൂത്ത പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് തണുക്കാൻ വേണ്ടി എടുത്ത് വെക്കും. ഞാനിങ്ങനെ തണുക്കാൻ വേണ്ടി എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഇത് കുറച്ച് കട്ടിയായിപ്പോയി. എന്നിട്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം എടുത്ത് വെച്ചിട്ട് അടിഭാഗം അലിഞ്ഞ് വന്നപ്പോഴായിരുന്നു എനിക്കൊന്ന് സെറ്റായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടി കിട്ടിയത്. അപ്പോൾ നിങ്ങളങ്ങനെ കട്ടിയാകുവാണെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളത്തിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ മുറിച്ചെടുത്തപ്പോൾ ഷേപ്പൊന്നും ആയില്ല, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പറിച്ചെടുത്തത്. എന്നാലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്, ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ പഞ്ചാര മുട്ടായിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.